കോടിക്കുളം ജംഗ്ഷനിലെത്തി. ഇനി ഇവിടുന്ന് ഒരു 2-3 കിലോമീറ്ററോട് പോകാനുണ്ട്. ബസ് പോകുന്നു, ബസ്സിന്റെ നേരെ പുറകെ പോയാൽ മതി. ഇന്നിപ്പം മഴയൊക്കെ മാറി, ഇപ്പൊ അത്യാവശ്യം നല്ല വെയിലൊക്കെ ആയിട്ടുണ്ട്. മഴ മാറിയെന്ന് പ്രതീക്ഷിക്കുന്നു. മഴ മാറി ഓണം കൂടാം. മഴ മാറിയില്ലെങ്കിൽ ഓണം നമ്മൾ ക്യാൻസൽ ചെയ്യുന്നത്. ഈ കേരളത്തിൽ നിന്ന് ഈ പ്രാവശ്യം ഓണം ഇല്ലാതാക്കും. അതാണ് അവസ്ഥ. ബസ് അവിടെ ചവിട്ടുന്നുണ്ട്. ബസ്സിന്റെ പുറകെ അങ്ങ് പോകും. ഇനി ഇത് ഓട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഇത് പുറകെ അടുത്ത് ഇമാരെ ഓണടിക്കും. അത് കാരണം പതുക്കെ ഇതിന്റെ പുറകെ തന്നെ അങ്ങ് പോകും. ഇതിന്ന് കിളയ്ക്കാനുള്ള സ്ഥലമാണ്. ഇതൊന്ന് കിളച്ച് പോയതാ. സംഭവം എന്താന്ന് ചോദിച്ചാല് കിളച്ച് കഴിഞ്ഞ് ഉറച്ചു പോയി. മഴ പെയ്ത് മൊത്തം പുല്ലും കയറി. ഒരു 1-2 മാസം മുന്നേ കിളച്ചാ. 2 മാസമല്ല, അതിൽ കൂടുതലായി. ഇനിയിപ്പോ അത് വീണ്ടും ഒന്നുകൂടെ കിളയ്ക്കുക. ഇവിടെ നേരത്തെ കിളച്ചോണ്ട് വണ്ടി ഓടാൻ പാടാ. നല്ല താഴ്ചയുണ്ട് കേട്ടോ. മണ്ണ് നല്ല ഇളക്കമുണ്ട്. ഇളകിയാ നിൽക്കുന്നത്. കുറച്ചില്ല, പക്ഷെ പുല്ല് കയറിപ്പോയി. അതാ വിഷയം. ഞാനോർത്ത് മണ്ണ് ഉറച്ചു പോയി കാണുന്നു. മണ്ണ് ഉറച്ചിട്ടൊന്നുമില്ല, പക്ഷെ പുല്ല് ന്യായമായിട്ട് വളർന്നുപോയി. ഈ പുല്ലെല്ലാം പറിച്ച് കുഴിച്ചും കൂടി ഇടണം. അല്ലാതെ ഇനി പിന്നെയും വളരും. ഇപ്പൊ അങ്ങോട്ട് കയറി പുല്ല് പറിച്ചങ്ങോട്ട് കയറിയിട്ട് അവിടുന്ന് ഇങ്ങോട്ട് കളത്ത് കുഴിച്ചും കൂടിയൊക്കെ വരും. രാവിലെ കാലാവസ്ഥയൊക്കെ ഇച്ചിരി വ്യത്യാസം വന്നാലും ഇപ്പം വലിയ കുഴപ്പമില്ല കേട്ടോ. മഴയൊന്നും പെയ്തില്ല. ഇളക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നല്ല ഇളക്കോ. ഇതിപ്പോ 2-3 പ്രാവശ്യം കണ്ട് കിളച്ച സ്ഥലമാ. ആദ്യം ഒന്ന് കിളച്ചിട്ട് ഇവിടെ ഒന്നും ചെയ്തില്ല. രണ്ടാമത് പിന്നെ കിളച്ചു. ഇപ്പൊ 3ാമത്തെ കളയാ. ഈ കളക്ക് പിന്നെ ഇതൊന്നും ചെയ്യാനില്ല. ഇതിന് ഇനി കുഴിച്ചു കൂടിയാൽ മാത്രം മതി. മണ്ണ് കണ്ടോ നല്ല പോലെ ഇളകി കിടക്കും. ഓടത്തില്ല. അമ്മാതിരി ഇളക്കമായോണ്ട് വണ്ടി ഓടാനും പാടാം. പിന്നെ ആക്കിനങ്ങ് കയറി പോകുന്നല്ലാതെ ഇച്ചിരി ഒരു മസിൽ പിടിച്ചാൽ ഓടത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം ഈ കാട് കംപ്ലീറ്റ് പറിച്ച അതുപോലെ തന്നെ കാടായി. എന്നാ കാട് ഇന്ന് കംപ്ലീറ്റ് പറിച്ച് സൈഡ് ക്ലിയർ ആക്കി വിട്ടോ. അപ്പൊ അതിലിരട്ടി കാടായി. 2 ദിവസം കഴിയുമ്പോൾ പിന്നെ ഇതുപോലെ ആവും. ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക്. ഇത് അന്ന് വന്നപ്പോഴത്തേക്ക് ഇത് മൊത്തം പറിച്ചു കളഞ്ഞത്. പിന്നെ ഇത് എങ്ങനെ വളർന്നു എന്നൊരു പിടുത്തമില്ല. ഈ പുല്ലെല്ലാം അങ്ങനെ അതൊരു ഐഡിയ കിട്ടാതെ കംപ്ലീറ്റ് പറിച്ചു കളഞ്ഞു. അന്ന് ഇത്ര ഇല്ലായിരുന്നു ഇവിടെ. ഇവിടെ ഒരു കുഴി കുത്താ. കുഴി കുത്തിയിട്ട് കുറച്ച് വലിയ ഇവിടെ അങ്ങ് മൂടിയിടാം. ഇതെല്ലാം കൂടെ ഒരുമിച്ച് മൂടാൻ പോയാ മതിയായ കുഴി കുത്തിട്ട് വരും. ഇപ്പൊ ഇവിടെ ഒരു അത്യാവശ്യം വലിയൊരു കുഴി കുത്തിയിട്ട് ഈ ഏരിയയിലുള്ള അങ്ങ് മൂടാം. വേണ്ട, മണ്ണ് നല്ല ഇളക്കമാണ്. ജസ്റ്റ് ബക്കറ്റിനൊന്ന് തട്ടി ലെവൽ ചെയ്താൽ മാത്രം മതി. അല്ല പൗഡർ പോലത്തെ മണ്ണല്ലേ. അതിലേക്ക് ഉറവയായി. ഈ ഉറവ ചെറിയൊരു വെള്ളമയം കാണുന്നുണ്ട്. ഇവിടെ കുഴിച്ച് മുടിയാക്കി. ഇനി താത്തുന്നില്ല. താത്തി കഴിഞ്ഞാൽ മൊത്തം ചെളിയാവും. ഒരാഴ്ച കുഴിച്ച് കൂടാം. ഒറ്റക്കുഴി കുത്തി കൂടാൻ നോക്കിയാല് മൊത്തം വെള്ളമാവും ഇവിടെ. ഇവിടെ ഇപ്പൊ ഇത്ര പണി തീർന്നു കേട്ടോ. ഇവിടുത്തെ കംപ്ലീറ്റ് കാടെല്ലാം പറിച്ച് നല്ല ലെവലാക്കി കിളച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഈ സൈഡിൽ കുറച്ച് കാട് കൂട്ടിയിട്ടിട്ടുണ്ട്. അതോടെ മൂടിയിട്ട വേറെ കാടില്ല. കുറ്റിപ്പില്ലൊന്നും ഇല്ല. 1-2 പുല്ലൊക്കെ അവിടെ ഇവിടെ നിൽക്കുള്ളൂ. മണ്ണ് ഇളകി കിടക്കുന്നുണ്ട്. വണ്ടി നീങ്ങാൻ പാടാം.
ചോറിനാറായി. ഇനി ചോറൊക്കെ കൊണ്ടിട്ട് ബാക്കി തുടങ്ങാം. ഇപ്പൊ കാലാവസ്ഥ നല്ല വെയിലാട്ടോ. ഇപ്പൊ നമുക്ക് അനുകൂലമായിട്ട് വന്നുകൊണ്ടിരിക്കുക. ചോറൂണൊക്കെ കഴിഞ്ഞ് കിള തുടങ്ങി. കിളയെന്ന് പറയാൻ പറ്റത്തില്ല. ഈ പുല്ലെല്ലാം ഇതുപോലെ വെറുതെ വരണ്ട് കളയാന്നുള്ളതേ ഉള്ളൂ. കുറച്ച് കിടക്കാൻ നല്ലപോലെ കിടച്ച് കിടന്ന സ്ഥലമായോണ്ട് അങ്ങനെ വലിയ പ്രോബ്ലം ഇല്ല. ഇന്നിപ്പം പൊതുവെ മിക്ക വണ്ടി ഓടാൻ തുടങ്ങി കേട്ടോ. മിക്ക JCB ഇന്നിപ്പോ ഓട്ടം ആയിട്ടുണ്ട്. ഇങ്ങനെ അറിവ് കിട്ടി. വെയിലൊന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഓട്ടമാവും. നല്ല ഇളകി കിടക്കുന്ന മണ്ണാണ്. അത് പുല്ല് കയറിയിട്ട് തൂമ്പാക്കി കൊണ്ട് കളിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ തെങ്ങ് ചെയ്യുന്നു. അല്ല ഇത് കിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. പുല്ല് കയറിപ്പോയി കളിച്ചിട്ട് മഴ പെയ്തിട്ട്. കഴിഞ്ഞ് ഭയങ്കര മഴയിലായിരുന്നു. 3-4 മാസം മഴ പെയ്തപ്പോഴത്തേക്ക് പുല്ല് വളർന്നു. പുല്ല് വളർന്നോണ്ടാണ് ഇപ്പം ഒന്നുകൂടെ തട്ടി ലെവൽ ചെയ്യാന്നോർത്തണ്ട ഇരിക്കുന്നത്. തൂമ്പാക്കി കളിച്ചാൽ താഴത്തില്ല ഈ പുല്ലുള്ളതുകൊണ്ട്. ഇത് നമ്മുടെ സ്വന്തം പണിയാണ്. പുറമണിയൊന്നുമല്ല, ഇത് സ്വന്തം പണി തന്നെയാ. ഇത് കഴിഞ്ഞ ദിവസം എല്ലാം ചെയ്യണം എന്നൊക്കെ ഓർത്തിരുന്ന മഴ കാരണം ഇങ്ങോട്ട് വരാതിരിക്കും. ഇപ്പൊ ഇന്നാണ് രാവിലെ വെച്ചിട്ട് മഴ മാറിയത്. ഇന്ന് രാവിലെ മഴ മാറിയോണ്ട് ഇത് ചെയ്യാൻ പറ്റും. ഈ മുകളിലത്തെ കയ്യാൽ ഏകദേശം തീരാറായി. തീർന്നു. ഇത് കുറച്ചുകൂടെ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഞാൻ ലൈവ് വന്നിട്ടുണ്ടായിരുന്നേ. വെറുതെ ഒന്ന് ലൈവ് വന്ന് എല്ലാവരും ഒന്ന് കാണാമെന്ന് വന്നാ. കുറച്ചു പേരൊക്കെ വന്നു. കുറേ നേരം സംസാരിച്ചു. ഒരു 2 മണിക്കൂറോളം കുറേ പേര് വന്ന് സംസാരിച്ചു കേട്ടോ. നമ്മളെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം. അതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ കുറെ പേര് പറയുന്നുണ്ട് അത് മോഹം കാണിക്കുന്നില്ല എന്നൊക്കെ. നമ്മുടെ സാഹചര്യം അറിയാമല്ലോ. മോഹം കാണിച്ച് വീഡിയോ ചെയ്യാൻ പറ്റുന്ന സാഹചര്യമല്ല. നമ്മുടെ വർക്കിനൊരു തടസ്സം വരില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ അങ്ങ് പോകുന്നു. പിന്നെ പറയാനുള്ള കാര്യങ്ങളൊക്കെ നമ്മള് ന്യായമായ രീതിയിൽ പറയുന്നുണ്ട്. എല്ലാം ചെയ്ത കുറെ നാളായില്ല എല്ലാവരും വണ്ടി കയറ്റിയിട്ട് വെറുതെ കിടക്കാൻ തുടങ്ങിയിട്ട്. എല്ലാവരും പണ്ടത്തെ പോലെ തന്നെ നല്ലൊരു സീസൺ ഈ പ്രാവശ്യം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുക. ഓട്ടോ ഒക്കെ നായി വന്നാലും ഒരു റൂമുള്ളൂ. അല്ല എല്ലാവർക്കും മടുപ്പല്ലേ. ഈ ഏരിയ കംപ്ലീറ്റ് തീർന്നു. ഇനി ഇങ്ങോട്ട് മാറുക. ഈ പാട തീർത്ത് ഇങ്ങനെ അളച്ചത് ഇവിടെ ഇവിടുത്തെ ഇത്ര പാവട ചെയ്യാൻ. ഇതെല്ലാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിളച്ചിട്ട സ്ഥലമാണ്. ഇതുപോലെ ഒന്ന് ചപ്പ് മാത്രം ഒന്ന് വലിച്ചു വിട്ടാൽ മതി. ഈ ഭാഗം അങ്ങനെ തീർന്നേ. ഇവിടെ ഇച്ചിരി പുല്ല് കൂടുതലായിരുന്നു. പുല്ല് കൂടുതലെന്ന് പറഞ്ഞാൽ മറ്റേതിന് പിന്നില്ല, മൊത്തത്തിൽ പരന്ന് കിടക്കായിരുന്നു പുല്ല്. പുറത്തേക്ക് കഞ്ഞി കിടന്നത് മരുന്നടിച്ച് പോയതായിരുന്നു. പുല്ലിന്റെ അളവ് കൂടുതലായിരുന്നു. മറ്റേ പോലെ അല്ലായിരുന്നു. മറ്റേതൊരു ഒറ്റപ്പുല്ല് കഴിക്കുമല്ലായിരുന്നു. പുല്ല് പറിക്കൊന്നുമില്ല. ഇങ്ങനെ തട്ടി ലെവൽ ചെയ്ത് നിങ്ങൾ പോരുത്. പുല്ല് അതിന്റെ കൂടെ പറഞ്ഞു പോന്നു. മരുന്ന് കഴിച്ച് കരിച്ച പോലെ നടന്നുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇനി മുകളിലേക്ക് കയറണം. മുകളിലൊരു പൈപ്പൊക്കെ ഉണ്ട്. അത് നോക്കി വേണം ഇളക്കാൻ. മുകളിൽ താമസം വരും. മഴക്കാർ കാണുന്നുണ്ട്. മഴ പെയ്യുമോന്നൊരു അറിയത്തില്ല. ഇതിന്റെ ഇടയ്ക്ക് ഓരോ കുറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തോ മരം നടാനാ, റംബൂട്ടാനാണോ എന്നാന്ന് അറിയത്തില്ല. ആ കുറ്റി കളയാതെ വേണം ലെവൽ ചെയ്യാൻ. ഒരു കുറ്റി പോയെന്ന് എനിക്ക് തോന്നുന്നു. ഈ കാടിനകത്ത് കുറ്റി ഒന്നും കാണത്തില്ല. ഇപ്പൊ തെളിഞ്ഞെടുക്കുന്നിടത്തെ കുറ്റിയൊക്കെയാണ് കാണാം.
അങ്ങനെ ഈ ഭാഗം തീർന്നു. ഇവിടെ ഇങ്ങനെ ഈ ഭാഗം കംപ്ലീറ്റ് ഇന്ന് തീർന്നു. ഇനി ഇങ്ങോട്ട് വേണം പോകാൻ. ഈ സൈഡ് എന്നാണെങ്കിൽ തീർക്കാം. ഈ സൈഡ് തീർത്തിട്ട് അങ്ങോട്ട് വരാൻ ചാലിടാം. അങ്ങനെ എന്നാ അങ്ങോട്ട് പോവാം. ഈ സൈഡ് തീർക്കാം, കാനയുടെ സൈഡ്. അങ്ങനെ ഈ ഭാഗം തീർത്ത് ഞാൻ മുകളിലേക്ക് കയറി പോവാം. മുകളിലേക്ക് കയറിപ്പോയി അതുകൂടെ തീർക്കാൻ പറ്റുമോ നോക്കാം. തീർക്കാൻ പറ്റുമെങ്കിൽ തീർത്ത് ഇറങ്ങിപ്പോലെ. ഓക്കെ, ഈ ഭാഗം കളിക്കാൻ ഇങ്ങോട്ട് കയറി ഇവിടെ കംപ്ലീറ്റ് ചെളിയാട്ടോ. ഇങ്ങോട്ട് കയറത്തില്ല വേണ്ടി. എൻ്റെ ടയർ പകുതി താന്നു. എന്നിട്ട് അവിടെ മുകളിൽ ഒരു ഉറവയുണ്ട്. ഉറവ വെള്ളം വരുന്നുണ്ട്. അതിവിടെ എല്ലാം വന്ന് അടിഞ്ഞു കിടക്കുക, മണലടക്കം. ഇതിപ്പോൾ ഒന്നും തെളിയാതെ പറ്റത്തില്ല. ഏതായാലും ഇനി പിന്നെ കളിക്കാം. ഏകാലം ഇവിടെ തീർന്നു, കുറച്ച് ഭാഗം തീർന്നു. ഇനി അത് ബാക്കി ഇനി ഒരു നല്ല വെയിൽ കണ്ടു വരാം. അല്ല പിന്നെ നടപടിയില്ല. ഈ ഏരിയയൊക്കെ തീർന്നു, ഇവിടെയും തീർത്തു, ഈ ഭാഗം തീർന്നു. നല്ലൊരു വെയിൽ കണ്ടു വരാം. ഇത് റോഡ് ടാറിട്ട റോഡാട്ടോ. മൊത്തം കാട് പിടിച്ച് കിടക്കുന്നു. അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇപ്പം ഞാൻ ഏകദേശം ഇനി ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ആയിരിക്കും വരുന്നത് കേട്ടോ. ലോങ് വീഡിയോസാന്ന് പറഞ്ഞാലും 10-15 മിനിറ്റ് താഴെയുള്ള വീഡിയോസിനാണ് ഇപ്പം ആൾക്കാർ പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഒത്തിരി ലാഗടിപ്പിക്കുന്നില്ല. നിങ്ങളതുപോലെ കമൻറ്റ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ താല്പര്യപ്പെടുന്നുണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു.